ശരിക്കും ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടല്ല. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എന്റെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ വൈഫാണ്. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഞങ്ങളെ കൂട്ടാ. ഞങ്ങൾ എങ്ങനെയാണ് അതേ വൈഫ് ഇവര് തമ്മിൽ നല്ല. അതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ. ട്രിപ്പ് ഒക്കെ പോകുമ്പോഴും ഫ്രണ്ടും വൈഫും മാത്രമേ ഉള്ളൂ. ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റ് പോയത് എവിടെയാ? ട്രിപ്പ് പോയത് എവിടെയാ? എവിടെ ലാസ്റ്റ് നമ്മൾ പോയത്? ഞങ്ങള് കൂടുതൽ അമ്പലങ്ങളിലാ പോവാറ്. അമ്പലങ്ങളിലാ അമ്പലം പഴനി പോയി ഒരു 3-4 മാസം മുന്നേ. ഇതാണോ ചേച്ചി ഗസ്റ്റ് റൂം? അങ്ങനെയല്ല, ഇപ്പൊ കൊണ്ടു ഇട്ടിട്ടുള്ളൂ. ഏയ് കുണിക്ക് അത് അടി 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 അടി. ചെലപ്പോ ഇത്തിരി പൊസസീവ് ഒക്കെ ആവും എന്റെ അടുത്തേക്ക് ഇങ്ങനെ. അടുത്തിരിക്കുന്നോണ്ട് പോസിറ്റീവ് ആയതാ. കുണിക്ക് എന്റെ അമ്മ ഇത് എന്റെ അമ്മയാ. കുണിക്ക് എന്റെയാ. അടിക്കോ? ഇല്ല, കടിക്കൊന്നുമില്ല. ഇയാൾ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. ഇത് ഈ ബെഡ്ഷീറ്റ് നല്ല യെല്ലോ, നല്ല പ്ലസന്റ് ആയിട്ടുണ്ട്, നല്ലൊരു പോസിറ്റിവിറ്റി. എപ്പോഴും ഞാൻ യെല്ലോന്റെ ആളാ. ഞാൻ ഡ്രസ് എടുക്കാൻ പോയാലും യെല്ലോ എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു. അതെ, യെല്ലോയ്ക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ? ഭയങ്കര ഭംഗിയാണ്. രണ്ട് റൂമിലും വ്യൂ, സെയിം വ്യൂ. ഈ റൂംസ് ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒതുക്കമുള്ള മുറികള് അല്ലേ? നമുക്ക് അലമാരി ഒന്ന് തുറന്നാ മറ്റേ നേരത്തെ പറഞ്ഞതാണോ? നീല കിറ്റുകൾ കാണാൻ പറ്റും തുറന്നു നോക്കിയാണെങ്കിൽ. പറഞ്ഞിട്ടാണ് ക്യാമറ കണ്ണുകൾ അവിടെ ഉണ്ട്. ഇവിടെ ഇത് അതല്ല, അത് ചേട്ടന് ഇനി ഉണ്ട് വെക്കാനായിട്ട്. ഇത് തേച്ച് കൊണ്ടുവന്ന ഡ്രസ്സാ. അപ്പൊ അതെല്ലാത്തിലും ഇട്ട് കുഴക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്. അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിലും അങ്ങനെയാണ്, ഒരു അടുക്കും ചിട്ടയും കാര്യമൊക്കെ. അതെ, ഇതിപ്പം ഒരാളുടെ മൊത്തം മെസ്സും ഒരാളുടെ അല്ല. എസ്സിന്റെ കാര്യേ ഇത് വേറെ 8 ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങക്ക് 8. ഞാൻ നിങ്ങൾ അവിടെ ഇരുന്നു, മോളവിടെ ഇരുന്നു. അപ്പൊ ഞാനേ 8 എന്ന് പറഞ്ഞാ ജെട്ടി ഊരി കഴിഞ്ഞാ 8 ആയിരിക്കും ഞാൻ ഊരിയ. അത് പണ്ട് മുതലേ ഉള്ള ശീലോ. അതെനിക്ക് തോന്നുന്നു ഈ മോളിന്ന് അങ്ങ് ഉരുട്ടി താഴെ വരുമ്പോഴത്തേക്ക് 8 എന്നിട്ട് ഇവിടുന്ന് കാലുണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അത് ഞാൻ പറയേയില്ല. ഇപ്പൊ ഇതിപ്പോ ഇതിന്റെ മുകളിലൊക്കെ ഒന്നും വെക്കൂല. അന്നേരം നമുക്കൊരു അലമാര ഉണ്ടാകും. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എവിടെ നിൽക്കുമ്പോ എനിക്ക് മെസ്സേജ് ചെയ്യും, ചേട്ടായി വരുമ്പോ നൂഡിൽസ് റെഡിയാക്കി വെക്കാട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, നൂഡിൽസ് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ല, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നൂഡിൽസ്. ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കട്ടയൊക്കെ പറഞ്ഞപ്പോ ഇതേപോലത്തെ കുറെ 8 ഫോട്ടോ ഒരു 4 എണ്ണമെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ അലമാരിയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേ അലമാരിയുടെ മുകളില് ഒരു 4 എണ്ണം ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ എല്ലാം കോലോട്ട് കുത്തി താഴ്ത്തിട്ട്. ഇന്നിപ്പോ നിങ്ങൾ വന്നപ്പോ ഞാൻ ഒറ്റക്കാലിൽ ഓടി ഇവിടെ കയറുന്നു. ഞാൻ ഫ്ലാറ്റ് കറക്റ്റ് കാര്യം പറഞ്ഞു. അന്ന് ഇത് പകുതി കേറിയും പോയി, എനിക്ക് ഇറക്കാനും പറ്റില്ല. അതുകൊണ്ട് ഓടി. നേരത്തെ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങനെ വ്യൂ ഇല്ലല്ലോ. അല്ല, കർട്ടനൊക്കെ എന്നോട് പറഞ്ഞെന്താന്നറിയാം, ഇവിടെ വന്നപ്പോ നമുക്ക് ഇവിടെ കർട്ടൻ ഒന്നും വേണ്ടട്ടോ, ഇതാ നല്ലത്, നന്നായിട്ട് എല്ലാം കാണാന്ന് പറഞ്ഞു. അത് ശരിയാ, നന്നായിട്ട് അവിടെ അവർക്ക് കാണാൻ പറ്റില്ല. അവിടെ 11 മണിക്കായിരുന്നു ന്യൂൺ ഷോ എങ്കിലും അവര് 10 മണിക്ക് കണ്ടു ന്യൂൺ ഷോ. ഇവിടെ ആ മാളിൽ നോക്കി കാണാം. തിയേറ്ററാ. അവർക്കൊക്കെ ഇപ്പൊ അറിയാം 8ന്റെ മുമ്പ്. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാമോ, നമ്മളെല്ലാം തുറന്നു പറയും. നമ്മുടെ ഒരു ഓപ്പൺ ലൈഫ്. അല്ലാതെ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരി, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ 8 എന്നുള്ള സംഭവം ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും ചിലപ്പോൾ. ഒരുപാട് വൈഫുമാരും അമ്മമാരും ചിരിക്കണെന്താ ഉണ്ടോ? അപ്പൊ 8 പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും നൂഡിൽസ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അത് പറഞ്ഞപ്പോഴേ അവിടെ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇടാറില്ല. അത് 8 അല്ല, അത് 0. ഒന്നുമില്ല. അയ്യോ അല്ല, എല്ലാരും ഹൈഡ് ചെയ്ത് വെക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അപ്പൊ നമ്മൾ ഇതൊന്നുമില്ല. ചേട്ടൻ കള്ളു കുടിക്കുമോ? ഞാൻ കുടിക്കും. അപ്പൊ അത് പറയണം. അല്ലാണ്ട് കുടിയനാണെന്നല്ല, കുടിയൻ എന്നുള്ളൊരു വേടില്ല. അങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടായിരിക്കും ഞാൻ പറയാം. ഇന്റർവ്യൂ ചോദിച്ചപ്പോ ചേട്ടൻ മദ്യപിക്കാറുണ്ട്. ഞാൻ കഴിക്കാറുണ്ട്, ഫ്രണ്ട്സ് കൂടുമ്പോ ഞാൻ കഴിക്കാറുണ്ട്. ഇത് നല്ല ഇത്രയും കുടിച്ചിട്ട് വിരലിന്റെ ഭാവം വീർത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ ഇല്ല ഞാൻ മദ്യപിക്കില്ല ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് നിന്നിട്ട്. ലൈഫ് ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്നും. നല്ല മുഴുകുടിയായിരിക്കും. നന്നായിട്ട് കുടിക്കണവര് എന്റെ മുമ്പിൽ ഇരുന്ന് കുടിച്ചിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കില്ല. എന്തിനാ അത് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിനോട് ഒരു രീതി പറയാം, നമ്മൾ വേറെ രീതിയിൽ ജീവിച്ച് കാണിക്കുമ്പോൾ അത് മോശമല്ലേ? അത് മാത്രമല്ല, ഇനിയിപ്പോ ആരെങ്കിലും മേടിച്ചു തരാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മളെ കാണുമ്പോ കുടിക്കില്ല, വിളിക്കേണ്ട അതൊക്കെ.
നമ്മളെ എന്തിനാ വെറുതെ ഒരു കോമൺ കളയുന്നത്? ആയിട്ടുള്ള ശീലങ്ങളാണ് അതൊക്കെ. ആണ്, ആണ്. പക്ഷെ മറ്റു സാധനങ്ങളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് അത് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ബാക്കി ഇപ്പൊ പൊതുവെ മയക്കുമരുന്ന് പോലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അതൊന്നും ലൈഫിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കൂല. ഉപയോഗിക്കാൻ താല്പര്യമില്ല. അല്ല നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞതിന് ഇപ്പൊ ഒരു കമന്റിന് താഴെ ഒരു കറുപ്പിനെ പറ്റി ഒക്കെ പറഞ്ഞാൽ ഭയങ്കര കമന്റ് വരും. എന്നാൽ ഇത് സിനിമയിലൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര കയ്യടിയാ, ഇത് ഉപയോഗിക്കണ കാണിക്കുമ്പോൾ, സീൻ കാണിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഒരു തലമുറ നശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ 8 കൊണ്ടാണോ ഒരു തലമുറ നശിക്കുന്നത്, കറുപ്പിനെ കളിയാക്കിക്കൊണ്ടാണോ, ബോഡി ഷേമിങ് ചെയ്യേണ്ട ഒരു തലമുറ നശിക്കണില്ല. അപ്പൊ ഓരോ വ്യക്തിക്ക് വേദന എടുക്കുന്നതൊക്കെ ചെയ്യാണമെന്നല്ല ഞാൻ പറഞ്ഞാൽ, ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു തലമുറക്ക് ഏറ്റവും ദോഷം രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പോണത്. ഈ മദ്യപാനത്തിന്റെ കേസ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് നമ്മുടെ കഴിക്കണമെന്നാണ്. എന്റെ എമ്മച്ചിയെ വിളിച്ച് കരഞ്ഞ സീൻ. അതൊക്കെ കറങ്ങി കുത്തി എന്റെ അടുത്ത് തന്നെ വന്നു. അതിന്റെ ഞാൻ എനിക്കിത് മേടിച്ചു വെച്ചിട്ടുണ്ട് അമ്മച്ചി. ഞാൻ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇത് മേടിച്ചു വെച്ചേക്കണം, ഞാൻ ഇതിന്റെ ആളാന്നും പറഞ്ഞു. എന്നിട്ട് കഴിച്ചോ? എവിടെ കഴിക്കാൻ? അല്ല നമ്മള് ഫംഗ്ഷന് അല്ല, പരിപാടി കഴിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ കയറുകയോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സ്റ്റേജിൽ. അത് കൊച്ചിൻ ഗിന്നസിൽ KS പ്രസാദേട്ടൻ്റെ കൂടെയുള്ള ഒരു ശീലോ, ആ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. മദ്യപിച്ചുകൊണ്ട് പരിപാടി ദിവസമോ പരിപാടിക്ക് കഴിച്ചുകൊണ്ട് കയറുന്ന ഒരു ശീലം ഒരാൾക്കില്ല. അതിൽ കളിച്ച ഒരാൾക്കും ഉണ്ടാവില്ല. അപ്പൊ ഇത് ശരിക്കും സംഭവം മാറിപ്പോയില്ല, ഇന്റർവ്യൂ മാറിപ്പോയില്ല, മദ്യപാനം. അല്ല ഞാനിപ്പോ മദ്യപിച്ച് അമിതമായ മദ്യപാനം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അല്ല, ഇതുപോലെ മറ്റേ വാർത്ത. അപ്പൊ നമുക്ക് ഇനി കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലെ? ഓക്കെ, കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ ഇരുന്ന് പറയാം. നമ്മള് വീട് ഏകദേശം ഈ അപ്പുറത്തെ മറ്റേ ഫ്ലാറ്റിന്റെ ഹോം ടൂർ അതിന്റെ AC റിമോട്ട് അടിച്ചു മാറ്റിയത്. അതെല്ലാം എടുത്തിട്ട് പോന്നപ്പോ ചേട്ടന് ശരിക്കും പറഞ്ഞാല് ഫ്ലാറ്റ് ആണോ വീടാണോ കൂടുതൽ ഇഷ്ടം? എങ്ങനെ എന്താ നമ്മൾ നേരത്തെ ഞാൻ കണ്ടത് ഈ പെറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പോണത് വീട്. അതെ, അത് വീടിനോടൊരു വീടാ കുറച്ചുകൂടി നല്ലത്. എനിക്ക് ഇത്തിരി മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന് പണി ചെയ്യാനൊക്കെ താല്പര്യം. പിന്നെ പറഞ്ഞ പെറ്റ്സ്, എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാനും ഒക്കെ ഇഷ്ടം. ഞങ്ങളുടെ വീടുണ്ടാകുമ്പോ അങ്ങനെ ഒരു പച്ചക്കറി തോട്ടം വരെ ഉണ്ടായിരുന്നു, പറിച്ച് അയൽവക്കത്തൊക്കെ കൊടുക്കുമായിരുന്നു. വഴുതനങ്ങ, പിന്നെ ചീരയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക്, പച്ചമുളക്, വെണ്ടക്ക, എല്ലാം ഒട്ടുമിക്ക പച്ചക്കറികളും ഞങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പീച്ചില്, ചൊരക്ക, പടവലങ്ങ, അങ്ങനെയുള്ള വഴുതനങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ മടിച്ചു നിൽക്കുന്ന ഒരു സംഭവം കൃഷി ചെയ്യാന്നുള്ളത്. ഞങ്ങൾക്ക് അതൊരു രസമാണ്. രാവിലെ എണീറ്റിട്ട് പോയിട്ട് ഇത് പൂവുണ്ടായ അതുണ്ടായി നോക്കല്, പുല്ല് പറിച്ച് കളയാനും വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് അത് ഒരു ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് രാവിലെ എനിക്ക് ഓടും നമ്മള് നട്ട തൈയിൽ ഇങ്ങനെ വരുന്ന സന്തോഷം. പച്ചമുളക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പച്ചക്കറി, വഴുതനങ്ങയൊക്കെ സ്ഥിരം ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ എല്ലാം കൊടുക്കുമ്പോൾ